തിരുവനന്തപുരം ബാലരാമപുരത്ത് ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന നിരവധി മോഷണ കേസുകളിലെ പ്രതികളായവർ പിടിയിലായി. ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നായി പ്രതികൾ മോഷ്ടിച്ചത് ലക്ഷങ്ങളാണ്. പിടിയിലായത് കൊല്ലം ഇരവിപുരം സ്വദേശികളായ സജിലും അനന്തുവും. കഴിഞ്ഞ കുറേയേറെ കാലമായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മോഷണം നടത്തി വരികയായിരുന്നു പ്രതികൾ. വീടുകളും കച്ചവട കേന്ദ്രങ്ങളും നോക്കിവെച്ച ശേഷം രാത്രി എത്തി മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി. കഴിഞ്ഞ മാസം 24-ന് ബാലരാമപുരം തേമ്പാമുട്ടം മണപ്പാട്ടിൽ സൂപ്പർ മാർക്കറ്റിന്റെ ഗ്രിൽ പൊളിച്ചകത്ത് കയറി 60,000 രൂപ ഇവർ മോഷ്ടിച്ചിരുന്നു. അന്ന് രാത്രി തന്നെ ബാലരാമപുരം ശാലിഗോത്ര തെരുവിലെ കണ്ണൻ ഹാൻഡ്ലൂംസിലും ഇവർ മോഷണം നടത്തി. വ്യാപാര കേന്ദ്രത്തിന്റെ പിറകിലത്തെ വാതിൽ പൊളിച്ചകത്ത് കയറി മേശയിൽ സൂക്ഷിച്ചിരുന്ന 1,45,000 രൂപയും പ്രതികൾ മോഷ്ടിച്ചു. മുഖം തുണികൊണ്ട് മറച്ചാണ് പ്രതികളായ സജിലും അനന്തവും മോഷണം നടത്തുന്നത്. പലയിടങ്ങളിലും ഇവർ നടത്തിയ മോഷണത്തിൽ മുഖംമൂടി ഉള്ളതിനാൽ തന്നെ ഇവർ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ കണ്ണൻ ഹാൻഡ്ലൂംസിലെ CCTVയിൽ പ്രതികളുടെ ദൃശ്യം കൃത്യമായി പറഞ്ഞിരുന്നു. ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം ഇരവിപുരം സ്വദേശികളായ സജിലിനെയും അനന്തുവിനെയും പോലീസ് പിടികൂടിയത്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ പൂന്തുറ, ഫോർട്ട്, കൊല്ലം ഈസ്റ്റ് തുടങ്ങി നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ കേസുണ്ടെന്ന് ബാലരാമപുരം പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.